ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ വീഡിയോ ഓൺ വോയിസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളിതേ കുറേ ഓറഞ്ച് കിട്ടിയിട്ടുണ്ട്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചന് ഈ ട്രിപ്പൊക്കെ പോത്തില്ലേ, നമുക്ക് ഓറഞ്ച് ഫ്രൂട്ട്സൊക്കെ ഫാമിൽ നിന്ന് എടുത്ത് ഒരിടത്ത് ഡെലിവറി ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് ടെർമിനലിൽ നിന്ന് എടുത്ത് ഹൗസസിലേക്ക് ഡെലിവറി ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏതെങ്കിലും ചെറിയ കടകളോ അല്ലെങ്കിൽ ചില ഹൗസിലൊക്കെ പോകുമ്പം ചിലവരിങ്ങനെ സന്തോഷത്തിലൊരു ട്രേ കൊടുക്കും. പക്ഷെ തരുന്നതെല്ലാം ഇതേപോലെ ആയിരിക്കും. ആപ്പിൾ കൊണ്ടുവന്ന ഒരു കൊട്ട ആപ്പിൾ, ഓറഞ്ച് കൊണ്ടുവന്ന ഒരു കൊട്ട ഓറഞ്ച്, എല്ലാം ഒരു ബൾക്ക് എമൗണ്ട് ആയിരിക്കും കൊണ്ടുവരിക. അപ്പോൾ ഇത്തവണ അച്ചാച്ചൻ വന്നപ്പോൾ ഇത്രയും ഓറഞ്ച് കൊണ്ടുവന്നിട്ടോ. ഇതിൽ ഏറ്റവും പെടുന്നത് ഈ വെജിറ്റബിൾ കൊണ്ടുവരുമ്പോഴാണ്. ഉള്ളിയോ അങ്ങനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആർക്കും വേണ്ട. ഈ ഇത്രത്തോളം ഉള്ളി കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യും? കഴിഞ്ഞ തവണ കുറച്ച് ഉള്ളി അധികം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാനത് വീട്ടിൽ വന്ന എല്ലാവർക്കും ഓരോ ബാഗായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു. നാരങ്ങ അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത്തവണ ഞാൻ ഓറഞ്ച് കൊണ്ടുവന്നപ്പം ഞാൻ കുറച്ച് എക്സൈറ്റഡായി. കാരണം ഓറഞ്ച് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഞാൻ കുറച്ച് ആദ്യം എടുത്ത് മാറ്റി വെച്ചു. പ്ലസ് അതൊരു ഡെക്കറേറ്റീവ് ഓർണമെൻറ്റ്സ് കൂടിയാണ്. പിന്നെ ഈ തണ്ടുള്ള ഓറഞ്ചാണെങ്കിൽ പെട്ടെന്ന് ചീത്തയാവില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ തണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഒരു മോയ്സ്ചർ എപ്പോഴും കാണും എന്നുള്ളതുകൊണ്ട് ഞാൻ തണ്ടോട് കൂടിയുള്ള കുറച്ച് ഓറഞ്ച് മാറ്റി വെച്ചു. ഇന്ന് ഉപയോഗം കൂടാതെ തന്നെ നമുക്ക് വേറൊരു ദിവസം കൂടി എന്തെങ്കിലും ചെയ്യാമല്ലോ. ജ്യൂസ് അടിക്കുകയോ ഐസ്ക്രീം ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഞാൻ കുറച്ച് ഓറഞ്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഓറഞ്ചിലാണ് ഇന്ന് പണി തുടങ്ങാൻ പോകുന്നത്. ഓറഞ്ച് കണ്ടപ്പോൾ ജില്ലി കുറച്ച് എക്സൈറ്റഡായി. ഇതെന്താ സാധനം, ഇത് കഴിക്കേണ്ടതാണോ? സാധാരണ അവളുടെ ടേബിളിൽ വെച്ച് കൊടുക്കുന്നതെല്ലാം അവൾക്ക് കഴിക്കാനുള്ളതാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അന്നേരം അവളാകെ കൺഫ്യൂസ്ഡായി. ഇത്രയും വലിയ സാധനമൊന്നും എൻ്റെ ടേബിളിൽ ഇതുവരെ വെച്ച് തന്നിട്ടില്ലല്ലോ. എന്നാലും കൊച്ചൊന്ന് ട്രൈ ചെയ്ത് ഇത് കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണോ എന്ന്. നല്ല മധുരമുള്ള ഓറഞ്ചായിരുന്നു. അന്നേരം ഞാൻ കരുതി കുറച്ച് ജ്യൂസ് അടിക്കാമെന്ന്. ജിലുവിനാണെങ്കിൽ അത് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ടെൻഷൻ. ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് തൊലിച്ച് ഇങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് ഈ ഫ്രൂട്ട് മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൾ വിഴുങ്ങി വിടുമെന്ന് കരുതിയിട്ട് ഞാൻ ഈ ഒരു സാധനത്തിനകത്ത്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇതിൻ്റെ അകത്ത് വെച്ചാണ് ഫ്രൂട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഓറഞ്ചിൻ്റെ വീഡിയോ തീരുന്ന ആ ദിവസം ഇവൾ ഒരല്ലി തന്നെത്താനെ കഴിക്കാൻ വിധത്തിൽ അത്രത്തോളം ഓറഞ്ച് കഴിച്ചു ജിലു ഇന്ന്. പിന്നെ അവൾക്ക് കഴിക്കാൻ പറ്റാതെ, കാരണം അവളുടെ ടേബിളിൽ വെക്കുന്ന സാധനം അവൾക്ക് കഴിക്കാനുള്ളതല്ലേ, അവൾക്ക് കഴിക്കാൻ പറ്റാതായപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. എന്നിട്ട് പിന്നെ ഞാൻ അവളെടുത്ത് എറിയാൻ തുടങ്ങി ഓറഞ്ച് ഞാൻ ക്യാച്ച് ചെയ്തപ്പോൾ പിന്നെ അങ്ങ് എക്സൈറ്റഡ് ആയിട്ട് ഉള്ളതെല്ലാം എറിയലായിരുന്നു അവിടെ നിന്ന്. ഒന്നുമല്ല, അവൾക്ക് ഇപ്പം ഞാൻ ക്യാച്ച് ചെയ്യുന്ന കണ്ടിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ജിലുവിന് കുറച്ച് ഓറഞ്ചെല്ലാം കൊടുത്ത് ഞാൻ ആ ടേബിളിൽ നിന്ന് മാറ്റി. എനിക്ക് മനസ്സിലായി അവളുടെ ടേബിളിൽ വെച്ചത് കൊണ്ടാണ് അവൾക്ക് ദേഷ്യം വന്നതെന്ന്. അതുകൊണ്ട് ഞാൻ ടേബിളിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇന്ന് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ എടുക്കാൻ പോകാം. പക്ഷെ ജിലു അപ്പോഴത്തേക്ക് അക്രമകരയായി. അവൾക്ക് അവിടെ നിന്നിരുന്ന് എല്ലാം എടുത്തെറിയണം, അങ്ങനെയായിരുന്നു. ഈ ഓറഞ്ചിൻ്റെ കൂടെ തന്നെ അച്ചാച്ചൻ കുറേ ചെറി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്വീറ്റായിട്ടുള്ള നല്ല പഴുത്ത ചെറി. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയാവും. അതുകൊണ്ട് ഞാൻ അതെന്തെങ്കിലും ഇന്ന് ചെയ്യണം. ഏതായാലും ചെറി കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം ജില്ലുവിന് ഇഷ്ടമാകുമോ എന്ന്. അടിപൊളി, അവൾക്ക് അതും ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഞാനിങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുന്ന വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിൽ കത്തിയിരിക്കുന്നില്ലേ, ഇൻ കേസ് അവൾ ചാടി വീണ് കത്തിയിൽ പിടിക്കുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ചോദിക്കില്ലേ എന്ത് സാധനത്തിനെ നിങ്ങൾക്ക് പേടിയെന്ന്. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും കത്തിയെന്ന്. എനിക്ക് കത്തി, ഷാർപ്പ് ഓബ്ജക്റ്റൊക്കെ ഭയങ്കര പേടിയാണ്. ഞങ്ങളുടെ വീട്ടിൽ കത്തി വെച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. എനിക്കിങ്ങനെ ചെറുതായിട്ട് പോലും പോറിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് കത്തി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഈ ഓറഞ്ച് ജ്യൂസ് അടിക്കാൻ വേണ്ടി നല്ല മധുരമുള്ള ഓറഞ്ച്, ഈ ഓറഞ്ച് എന്ത് ഞാൻ ബ്രാൻഡോ ഒന്നും നോക്കിയില്ല. ഇപ്പോഴാണ് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴേ ആലോചിച്ചത് അത് ഏതായിരുന്നു, ഇനി സ്റ്റോറിൽ പോകുമ്പം ഈ ഓറഞ്ച് നോക്കി വാങ്ങണം എന്ന് ഞാനിങ്ങനെ കരുതുമായിരുന്നു. പക്ഷെ ഞാൻ ആ ബ്രാൻഡ് നോക്കിയതേ ഇല്ല. ഏതായാലും ഞാനൊരു 13 ഓറഞ്ചോളം ഇങ്ങനെ അല്ലി കളഞ്ഞ് എടുത്തു. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സംഭവം. ഈ ഓറഞ്ചിൻ്റെ വീഡിയോ തീർന്നപ്പോഴത്തേക്ക് ജിലുബേബി ആ ബേബീസ് കഴിക്കുന്ന ആ
അതിൻ്റെ പേര് പിന്നെയും മറന്നു. അത് വെച്ച് കഴിക്കുന്നതിന് പകരം ഓരോ അല്ലിയായിട്ട് പിറക്കി വായിൽ വെച്ച് കഴിക്കാൻ പറ്റത്തില്ലായി ജിലു. അപ്പം ഒരു ഓറഞ്ച് വീഡിയോ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. അല്ലെങ്കിൽ എനിക്ക് ഓറഞ്ച് കൊടുക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, ആ കുരു എന്തെങ്കിലും വായിൽ ഇട്ട് വിഴുങ്ങുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അടുപ്പിച്ച് 2-3 ദിവസം ഞങ്ങൾ ഫുള്ള് ഈ ഓറഞ്ച് അവൾക്ക് തൊലിച്ച് അല്ലിയോടെ കൊടുക്കുമായിരുന്നു. ചെറിയ സീഡേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ആ വലിയ സീഡ് അകത്ത് പോകും, നാസി പോകും എന്നുള്ള പേടിയൊന്നും എനിക്കില്ലായിരുന്നു. ജിലു ഒരുപാട് ജെക്സ്റ്റേഴ്സൊക്കെ പഠിച്ചു ഇപ്പം, കിസ്സി തരാൻ, ഹായ് പറയാൻ, ബായ് പറയാനൊക്കെ. ഏതായാലും ഞാൻ ഓറഞ്ച് ജ്യൂസ് അടിക്കാൻ സമയമായപ്പം ജിലുവിനെ അടുക്കളയിൽ നിന്ന് പറഞ്ഞു വിട്ടു. കാരണം ഞങ്ങളുടെ മിക്സർ എന്നല്ല, ജ്യൂസർ ആക്ച്വലി ഭയങ്കര ഇച്ചിരി പഴയതായതുകൊണ്ട് നല്ല സൗണ്ട് വയ്ക്കും. ഇവൾക്ക് സൗണ്ട് കേട്ടാൽ പേടിക്കും. അതുകൊണ്ട് ഞാൻ ജിലുവിനെ സൗണ്ട് കയ്യിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് ഞാൻ ഈ ഓറഞ്ചൊക്കെ ജ്യൂസ് അടിക്കാമെന്ന് കരുതി. കുറച്ച് നാളായി ഈ ജ്യൂസർ ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ പൊടി പിടിച്ചൊരു മൂല ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. ഈ ജ്യൂസ് മെഷീൻ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 6 കൊല്ലമാകുന്നു. ഇത് ഇപ്പോഴും സ്റ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യും, ജസ്റ്റ് ശബ്ദം കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. ഈ വീട്ടിൽ നിന്ന് എല്ലായിടവും നോക്കിയാൽ ഓറഞ്ചാണ്, താഴെ മുകളിൽ എല്ലായിടവും ഓറഞ്ച്. ഇനിയിപ്പം ഓറഞ്ച് ജ്യൂസിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന അടുത്ത മൈറ്റാണ് ഓറഞ്ച് ജാം. വീട്ടിൽ ജാമില്ല, കുറച്ച് നാളായി ജാം വാങ്ങിച്ചിട്ട്. അപ്പം ഞാൻ വാങ്ങണമെന്നിങ്ങനെ എൻ്റെ ബൈ ലിസ്റ്റിലുള്ള സാധനമായിരുന്നു. അപ്പം ഞാൻ കരുതി എനിക്ക് ഉണ്ടാക്കി വയ്ക്കാമായിരുന്നു. ഫ്രഷ് ജ്യൂസ് കുടിക്കാനായിട്ട് അച്ചാച്ചനില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ജ്യൂസ് അടിക്കാൻ വേണ്ടി അച്ചാച്ചന് ജ്യൂസ് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ ജിലുവിൻ്റെ ലഞ്ച് മറന്നുപോയത്. ഓറഞ്ച് മാത്രമായിട്ട് അവൾക്ക് വയറ് നിറയത്തില്ല. ഞാനൊരു പനീറെടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് ഒക്കെ ഇട്ട് നല്ല ഒലിവ് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്ത് ബസുമതി റൈസും ഫ്രൂട്ടും ഒക്കെ ആയിട്ട് ജിലുവിന് ലഞ്ചായിട്ട് കൊടുത്തു. ജിലുവിന് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന വളരെ ഇഷ്ടമാണ്. ഇപ്പം അവൾക്ക് 10 മാസം കഴിഞ്ഞു. ഈ ഒരു 10 മാസം കൊണ്ട് 6 മാസത്തിലാണ് നമ്മൾ ആദ്യത്തെ ഫുഡ് കൊടുത്തത്. ഈ ജിലുവിൻ്റെ ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് അടുത്ത സാധനം ഉണ്ടാക്കാൻ പോകാൻ പറ്റത്തുള്ളൂ. ഇതിന്നൊന്നും തീരത്തില്ല, പതുക്കെ ഇരുന്ന് അവൾ എൻജോയ് ചെയ്തേ കഴിക്കത്തുള്ളൂ. അല്ല ജിലു? കുറച്ച് ആത്മാക്കൾക്കും കൊടുക്കേണ്ടി വരും. ജിലുവിന് കൊടുത്തു. അങ്ങനെ വയറ് നിറച്ച് ഫുഡ് അടിച്ച ശേഷം ജിലുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ബെഡ്റൂമിൽ പോയതേ ഉള്ളൂ ജിലു ബേബി ഇതേ ഫ്ലാറ്റ്. അങ്ങനെ അവളെ ഉറക്കി കിടത്തിയിട്ട് ഇനിയാണ് എനിക്ക് ജാം ഉണ്ടാക്കാൻ പോകേണ്ടത്. ജിലുവിനെ കിടത്തിയിട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ ബെഡ്റൂമിലെ വിൻഡോയും കതകും ഒക്കെ അടയ്ക്കും. കാരണം അവൾക്ക് ഇരുട്ടാണ് കുറച്ചുകൂടി ഇഷ്ടം കിടന്നുറങ്ങാൻ. ചെറിയ വെട്ടം മതി. എനിക്ക് ബേബി മോണിറ്ററിൽ കൂടി കാണാം ജിലു എണ്ണീറ്റോന്നോ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിലൊക്കെ അതിൽ കൂടി കാണാൻ പറ്റും. ഞാൻ ആദ്യം ഡിഷ് വാഷർ ഓൺ ചെയ്തിട്ടു. നമ്മൾ ലഞ്ച് കഴിച്ച ഡിഷെല്ലാം വാഷ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ജാം ഉണ്ടാക്കി കഴിയും എന്നാണ് വിശ്വാസം. ഏതായാലും നമുക്ക് ജ്യൂസറിലിട്ട് ഇതിൻ്റെ നീരെടുക്കാൻ പറ്റത്തില്ല. ജാം ഉണ്ടാക്കുന്നതിന് നമ്മളിങ്ങനെ പിഴിഞ്ഞ് തന്നെ അതിൻ്റെ ചാറെടുക്കണം. അതുകൊണ്ട് ഞാനൊരു 15 to 16 ഐ ഗസ് അത്രയും ഓറഞ്ചിൻ്റെ നീരിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഓറഞ്ചിൻ്റെ തൊലിയും ഇലയൊക്കെ എടുത്തു വെച്ചിരുന്നു. വേറെ എന്തെങ്കിലും DIY ചെയ്യാം, സെൻറ്റോ ക്യാൻഡിലോ അങ്ങനെയൊക്കെ വലിയ വലിയ ചിന്തകളൊക്കെ ആയിരുന്നു. പക്ഷേ ഓറഞ്ചും ജാമിൻ്റെയും കാര്യമൊക്കെ ആലോചിച്ചപ്പം ഇന്നത്തെ ദിവസത്തെ ഇതത്രയും പണി മതി, അതുകൊണ്ട് ഇത്രയും ഓറഞ്ച് കൊണ്ട് കളയാം, ഇനി എന്തെങ്കിലും ഈ ക്യാൻഡിലിൻ്റെ പരിപാടിയൊക്കെ ചിന്തിക്കാം എന്ന് കരുതിയിട്ട് ഞാൻ കൊണ്ട് കളഞ്ഞു. നമുക്ക് ഇതേണൊക്കെ വരുന്ന ബൾക്കായിട്ട് വരുന്ന ഈ ചക്ക വെട്ടുമ്പോഴോ കൈതച്ചക്ക വെട്ടുമ്പോഴോ ഒക്കെ വരുമ്പോൾ ഉള്ള വേസ്റ്റ്, ഫുഡിൻ്റെ വേസ്റ്റ് ഞങ്ങളിത് ഇതേണൊക്കെ ഞങ്ങളുടെ കമ്പോസ്റ്റിലാണ് ഇടുന്നത്. ഈ കമ്പോസ്റ്റ് നമ്മൾ വാങ്ങിച്ചതല്ല, ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നായിരുന്നു, നമ്മൾ വീട് വാങ്ങിച്ചപ്പോഴേ ഉണ്ടായിരുന്നേ. ഇതിൽ നമ്മൾ ഈ ബൾക്ക് എമൗണ്ട് വരുന്ന ഫ്രൂട്ടിൻ്റെയും വെജിറ്റബിളിൻ്റെയും വേസ്റ്റ് മാത്രമാണ് ഇടാറുള്ളത്. ഇത് വിൻ്ററിൽ യൂസ് ചെയ്യാറില്ല, സമ്മറിൽ മാത്രമാണ്. കഴിഞ്ഞ ദിവസത്തെ കൈതച്ചക്കയൊക്കെ അതിൽ തന്നെ കിടപ്പുണ്ട്.
ഏതായാലും ആ ഒരു പരിപാടി വേണ്ടാന്ന് വെച്ചത് ഏറ്റവും നല്ലൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്നല്ലെങ്കിൽ വേറെ ഒന്നും നടക്കത്തില്ല. ഞാൻ ഈ ഓറഞ്ചിൻ്റെ പുറകെ തന്നെയായിരിക്കും. ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഓറഞ്ചൊക്കെ ഇങ്ങ് മടുക്കുന്നേ. അതിൻ്റെ മണം കേൾക്കുമ്പോഴേ ദേഹത്ത് ഒട്ടുമ്പോഴൊക്കെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. ഇനി ഏതായാലും ജാം ഉണ്ടാക്കി ഇന്നത്തെ പരിപാടി വേഗം ക്ലോസ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. ആദ്യം ഈ ജ്യൂസർ കഴുകി വെക്കണം. ഈ ജ്യൂസർ കഴുകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ ജാം ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോഴേ എനിക്കറിയാവുന്നൊരു കാര്യമാണ്, എനിക്ക് ഈ സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പം ഇത് ഫ്ലോപ്പാവും അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരും. അന്നേരം രണ്ടും മനസ്സിൽ ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതിലോട്ട് പുറപ്പെട്ടത്. ഈ ജ്യൂസും കുറച്ച് എൻ്റെ ഓറഞ്ചിൻ്റെ തൊലിയും 2-3 അല്ലിയും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റൗവിലിങ്ങനെ ഇളക്കി 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 ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും എന്നാണ് ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടത്. ഏതായാലും ഞാൻ എല്ലായിടം നോക്കിയാലും ഓറഞ്ച് ജാം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും എടുത്ത് റെഡിയാക്കി സ്റ്റൗവിലേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി 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 കുറച്ച് സമയം അധികം എടുത്തു. കാരണം ഞാൻ ഉദ്ദേശിച്ച സമയത്ത് എല്ലാം തീർന്നേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടി ഞാൻ വേറെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ ജാം. എങ്ങനെയുണ്ട് ആ ഒരു ആംബിയൻസ്, ആ ഓറഞ്ചിൻ്റെ ഇടയ്ക്ക് ആ ജാം ഇരിക്കുമ്പോൾ ഉള്ള രസം? എന്ത് ടേസ്റ്റായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, പക്ഷേ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫുഡ് ടേസ്റ്റ് ചെയ്തായിരുന്നു. നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.